നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് UAE മുൻഗണന നൽകുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദീവ ബില്ലിന്റെ മറവിൽ ഓൺലൈൻ തട്ടിപ്പ്, ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. ദുബായ് ഊദുമേത്തയിൽ അത്യാധുനിക ബസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കുവൈറ്റ് എംബസിയിൽ കോൺസുലർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. UAE-ൽ ഇന്ന് 2282 പേർക്ക് കോവിഡ്, 10 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket, home delivered, luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിലും എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്കാണ് UAE മുൻഗണന നൽകുന്നതെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രസ്താവിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ച അറബ് ഹെൽത്ത് രാജ്യാന്തര മേളയുടെ സമാപന ദിവസം സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ്. കോവിഡ് സാഹചര്യത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കമിടാനായെന്ന് വ്യക്തമാക്കിയ ഷെയ്ഖ് മുഹമ്മദ് ആരോഗ്യ മേഖലയ്ക്ക് ലഭിക്കാൻ പോകുന്ന മുൻഗണനയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അർപ്പണബോധമുള്ള ആരോഗ്യ പ്രവർത്തകരും ചികിത്സാ രംഗത്തെ മികവുകളുമാണ് കോവിഡ് പ്രതിരോധത്തിന് രാജ്യത്തിന് കരുത്ത് പകർന്നത്. ലോകത്തിന് പ്രതീക്ഷയുടെ ഭാവി സമ്മാനിക്കാൻ കഴിയുകയെന്നതാണ് UAE ലക്ഷ്യമെന്നും വിവിധ വെല്ലുവിളികൾ നേരിടാനും വികസന പദ്ധതികൾക്ക് രൂപം നൽകാനുമാണ് അറിവുകൾ പങ്കുവയ്ക്കപ്പെടുന്ന രാജ്യാന്തര മേളകൾക്ക് അവസരമൊരുക്കുന്നതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. വിജ്ഞാന മേഖലയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും സാങ്കേതിക വിദഗ്ധർക്കും ഗവേഷകർക്കും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന രാജ്യമാണ് UAE. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ച 4 ദിവസത്തെ മേള സമാപിച്ചെങ്കിലും ഇതിനോടനുബന്ധിച്ചുള്ള ഓൺലൈൻ പരിപാടികൾ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അബുദാബി 24/7. ദുബായ് ജലവൈദ്യുതി അതോറിറ്റിയായ ദിവയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി മുന്നറിയിപ്പ്. ദിവയുടെയും ദുബായ് സർക്കാരിൻ്റെയും ലോഗോ സഹിതമുള്ള അറിയിപ്പിൽ വ്യാജ ലിങ്ക് ഉൾപ്പെടുത്തിയാണ് ബില്ലടയ്ക്കുന്നതിനുള്ള നോട്ടീസ് എത്തുന്നത്. ഒറ്റനോട്ടത്തിൽ ദിവയുടെ പ്രതിമാസ ബിൽ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇമെയിൽ ലഭിക്കുന്നത്. ദിവയുടെയും ദുബായ് സർക്കാരിന്റെയും ലോഗോ ചേർത്താണ് വ്യാജ അറിയിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ബിൽ അടയ്ക്കാനുള്ള പേ ഓൺലൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നവരിലേക്ക് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ എത്തുന്നത്. ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ അതിലൂടെ ചോർത്തിയെടുത്ത് അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. വൈദ്യുതി ജല ബില്ലിന്റെ പേരിൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത വേണമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇമെയിലിൽ വരുന്ന ലിങ്കുകൾ തുറക്കും മുൻപ് വെബ്സൈറ്റുകളുടെ വിലാസം ഔദ്യോഗിക വെബ്സൈറ്റിന്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അബുദാബി 24/7. മുൻനിര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾക്ക് വമ്പൻ ഇളവുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലെറ്റ്സ് കണക്ട് വിപണനമേളയ്ക്ക് തുടക്കമായി. 50% വരെ ഇളവിൽ മൊബൈൽ ഫോണുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ജൂലൈ 3 വരെയുള്ള മേളയിലൂടെ ലഭിക്കുക. അബുദാബി ഖാലിദിയ ലുലുവിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി മേള ഉദ്ഘാടനം ചെയ്തു. UAE-ലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ജൂലൈ 3 വരെ ഇത് ലഭ്യമാണ്. 8ാമത്തെ വർഷമാണ് ഈ സെയിം സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ പ്രൊമോഷൻ ചെയ്യുന്നത്. ഈ വർഷം നമ്മൾ ഈ കോവിഡ് റിലേറ്റ് ചെയ്തിട്ട് ഓൺലൈൻ കസ്റ്റമേഴ്സിന് ADCB, ലുലു, അതുപോലെ തന്നെ ലുലു കോ ബ്രാൻഡഡ് കാർഡ്, ഡിഫറെൻറ്റ് ബാങ്ക്സ് ആയിട്ടുള്ള എല്ലാ കോ ബ്രാൻഡഡ് കാർഡ്സിനും 20% മാസ്റ്റർ കാർഡിന് 20% അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ആൾറെഡി അപ് ടു 50% ഇതിന് പ്രൊമോഷൻ ഡിസ്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു റിയൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ബാർഗെയിനാണ്. ഈ കോവിഡ് റിലേറ്റഡ് തന്നെ ഈ ഇവൻസിന് ശേഷം ലുലു ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടെക്നോളജി ഇവന്റാണ് ലെറ്റ്സ് കണക്ട് എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ച ലോകത്തെ സമാനതകളില്ലാത്ത വിധം ബന്ധിപ്പിച്ചിരിക്കുന്നു. It's not only in UAE but it's across the GCC. It's it's in Indonesia, Malaysia, India, up to Egypt. So this is definitely a big event for the customers, and there's huge discounts, and with all leading brands like Samsung, Vivo, Apple, all the brands are available, and up to 50% off. And additionally, for our customers there is for online exclusive customers there is 20% additional
with the MasterCard. ലുലു ലെറ്റ്സ് കണക്ട് വിപണനമേളയിലൂടെ ഉപഭോക്താക്കളിലേക്ക് ഏറ്റവും മികച്ച സാങ്കേതിക ഉപകരണങ്ങളാണ് എത്തിക്കുന്നതെന്ന് അഷ്റഫ് അലി പറഞ്ഞു. ലുലു വെബ്സൈറ്റ് വഴി ഓൺലൈനായി ലുലു ADCB എമിറേറ്റ്സ് NBD കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾക്ക് 20% അധിക ഇളവും ലഭിക്കും. ജൂൺ 23 മുതൽ 26 വരെ പലചരക്കുകൾ, ഭക്ഷ്യവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ എന്നിവ വാങ്ങുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അബുദാബി 24/7. മെട്രോ, ടാക്സി, ബസ് സർവീസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അത്യാധുനിക രൂപകൽപ്പനയിൽ നിർമ്മിച്ചിരിക്കുന്ന ഊതുമേത്ത ബസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ബസ്സുകൾക്കും ടാക്സികൾക്കും പുറമെ സ്വകാര്യ വാഹനങ്ങൾക്കും സൈക്കിളുകൾക്കും പാർക്കിംഗ് സൗകര്യവും കോഫി ഷോപ്പുകളും വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ഇടങ്ങളും ചേർത്താണ് ദുബായിൽ പുതിയ ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഊദ്മേത്ത മെട്രോ സ്റ്റേഷന് 300 മീറ്റർ അരികിലാണ് പുതിയ ബസ് മന്ദിരം തുറന്നിരിക്കുന്നത്. യാത്രക്കാർക്ക് ഏത് പൊതുഗതാഗത വാഹന സൗകര്യവും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. സ്വകാര്യ വാഹനങ്ങളിലോ സൈക്കിളുകളിലോ വരുന്നവർക്ക് പാർക്ക് ചെയ്യുന്നതിനും സൗകര്യമുണ്ട്. ഓഫീസുകൾ, കസ്റ്റമർ സർവീസ് സെന്റർ, വ്യാപാര കേന്ദ്രം, ATM അടക്കമുള്ള സെൽഫ് സർവീസ് കിയോസ്കുകൾ, കോഫി ഷോപ്പുകൾ എന്നീ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 9640 ചതുരശ്ര മീറ്റർ വിസ്താരത്തിലാണ് ബസ് സ്റ്റേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നും 7 റൂട്ടുകളിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും ബസ് സർവീസ് ഉണ്ടാകും. ഇതിനായി 40 ബസ്സുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അബുദാബി 24/7. ഈദ് അൽ അദ്ഹ ദിവസങ്ങളിൽ അബുദാബി യാസ് ഐലൻഡിൽ വർണ്ണാഭമായ കരിമരുന്ന് കലാപ്രകടനം ഒരുക്കാൻ തീരുമാനമായി. അബുദാബി വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുക. യാസ് ബേ വാട്ടർ ഫ്രണ്ടിൽ 3 ദിവസങ്ങളിലും രാത്രി 9 മണിക്കാണ് കരിമരുന്ന് പ്രകടനം ഒരുക്കുന്നത്. മെഹഫിൽ ദുബായ് നടത്തിയ ചെറുകഥാ മത്സരത്തിൽ CP അനിൽകുമാറിന്റെ ദമാസ്കസ് 1ാം സ്ഥാനം നേടി. സലിം അയ്യനേത്തിന്റെ അനാമിക, സർഗാറോയിയുടെ ആത്മഹത്യ എന്നീ കഥകൾ 2ഉം, അജീഷ് മാത്യുവിന്റെ പൊതുമാപ്പ്, മനോജ് കൊടിയത്തിന്റെ ആയിഷ എന്നീ കഥകൾ 3ാം സ്ഥാനവും നേടി. സമ്മാന വിതരണം പിന്നീട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റ് എംബസിയിലെ കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജിനടക്കം ഏതാനും എംബസി ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യ സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ കോൺസുലർ സർവീസുകൾ മുടങ്ങും. വളരെ അത്യാവശ്യമായ കോൺസുലർ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് എംബസിയിൽ ബന്ധപ്പെടാം. cons.kuwait.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെട്ടാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു. അബുദാബി കേരള സോഷ്യൽ സെന്റർ അംഗങ്ങളുടെ മക്കളിൽ നിന്നും 10ാം തരം, 12ാം തരം എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളാറ്റിക് അവാർഡുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം അബുദാബി കേരള സോഷ്യൽ സെന്റർ ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന വർത്തമാനകാല വായന എന്ന വിഷയത്തെ അധികരിച്ച് സംഘടിപ്പിച്ച UAE തല ഉപന്യാസ രചനാ മത്സര വിജയികൾക്കും കോവിഡ് കാലത്തെ വായനാനുഭവങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ UAE തല വായനാനുഭവ രചനാ മത്സര വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് VP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. KMCC അബുദാബി ഏറനാട് മണ്ഡലവും LLH ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് നടത്തി. ഫാമിലി മെഡിസിൻ, കാർഡിയോളജി, യൂറോളജി, ഇന്റേണൽ മെഡിസിൻ, ഓർത്തോ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായ ക്യാമ്പിൽ 100-ലധികം പേരാണ് പങ്കെടുത്തത്. മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് ഹിദായത്തുള്ള ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാർക്ക് നൽകി വരുന്ന ജീവൻ രക്ഷാ പ്രിവിലേജ് കാർഡ് വിതരണോദ്ഘാടനം LLH ഹോസ്പിറ്റൽ റിലേഷൻഷിപ്പ് മാനേജർ സലിം നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുനിയിലിന് കൈമാറി നിർവഹിച്ചു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ 2021-2022 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കമ്മ്യൂണിറ്റി വികസന മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുടെ മേൽനോട്ടത്തിൽ ചേർന്ന 48ാമത് വെർച്വൽ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് P. ബാബ ഹാജി അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി P. ബാബ ഹാജി പ്രസിഡന്റ്, TK അബ്ദുൽ സലാം ജനറൽ സെക്രട്ടറി, BC അബൂബക്കർ ട്രഷറർ എന്നിവരെയും പ്രവർത്തക സമിതി അംഗങ്ങളായ മുൻ ജനറൽ സെക്രട്ടറി MPM റഷീദ്, സിംസാറുൽ ഹഖ് ഹുദവി, അബ്ദുള്ള നദ്വി, സാബിർ മാട്ടൂർ, ഹാരിസ് ബാഖവി, അഹമ്മദ് കുട്ടി പാലക്കാട്, സലിം നാട്ടിക, മുസ്തഫ വാഫി, കാസിം മാലിക്കണ്ടി, ഷബീർ അള്ളാംകുളം, ഷിഹാബുദ്ദീൻ തൃശൂർ, KK സുബൈർ എന്നിവരെയും തിരഞ്ഞെടുത്തു. കമ്മ്യൂണിറ്റി വികസന മന്ത്രാലയ പ്രതിനിധികളായ മഹ്റ അൽ അമീരി, മഹ അൽ മഹേരി
എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. റസാഖ് ഒരുമനയൂർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. അടുത്ത ആഴ്ച ചേരുന്ന കമ്മിറ്റി യോഗത്തിൽ സഹഭാരവാഹികളെയും വിവിധ സമിതികളുടെ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. യുഎയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2282 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായും 2233 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,74,917 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് നിമിത്തം 10 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1792 ഉയർന്നിട്ടുണ്ട്. 19,481 ആക്റ്റീവ് കേസുകളാണ് യുഎയിൽ നിലവിലുള്ളത്. കേരളത്തിൽ ഇന്നത്തെ കോവിഡ് സ്ഥിതിവിവര കണക്കുകൾ. കേരളത്തിൽ ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. സ്ത്രീപീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്നിവ തടയാൻ പോലീസ് ഫലപ്രദമായ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികൾക്ക് അതിവേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കണം. ഇതിനായി പ്രത്യേക കോടതികൾ അനുവദിക്കാനാകുമോ എന്ന് സർക്കാർ പരിശോധിക്കും. ഇത്തരം വിഷയങ്ങളിൽ പോലീസ് കർശന നടപടിയെടുക്കണം. തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ വഴിയും വാർഡ് തല ബോധവൽക്കരണം നടത്താൻ സംവിധാനമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും. സർക്കാർ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. 2015 UDF സർക്കാരിന്റെ കാലത്താണ് ഏറെ വിവാദമായ നിയമസഭയിലെ കയ്യാങ്കളി ഉണ്ടായത്. ഇടുക്കിയിൽ CHR മേഖലയിൽ നിന്ന് മരം വെട്ടിക്കടത്തിയ സംഭവത്തിൽ CPI നേതാവ് ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തു. CPI നേതാവും കാഞ്ചിയാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ VR ശശി ഉൾപ്പെടെയുള്ളവരെയാണ് കേസിൽ പ്രതി ചേർത്തത്. 5 ടൺ മരങ്ങൾ അനധികൃതമായി വെട്ടിക്കടത്തിയെന്നാണ് കേസ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസന്ധിയിലായി CPM. മുഖം രക്ഷിക്കാനുള്ള തിരുത്തൽ നടപടികൾ തുടങ്ങി. കള്ളക്കടത്തുകാർക്ക് ലൈക്കടിക്കുന്നവർ തിരുത്തണമെന്നും ഫാൻസ് ക്ലബ്ബുകാർ സ്വയം പിരിഞ്ഞു പോകണമെന്നും DYFI ആവശ്യപ്പെട്ടു. കേസിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി MV ഗോവിന്ദനും വ്യക്തമാക്കി. DYFI കൊട്ടേഷൻ സംഘങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നടൻ ഉണ്ണി രാജൻ P. ദേവിന്റെ ഭാര്യ പ്രിയങ്ക ജീവനൊടുക്കിയ കേസിൽ 2ാം പ്രതിയായ ഭർത്തൃമാതാവ് ഒളിവിലെന്ന് പോലീസ്. അങ്കമാലിയിലെ വീട്ടിലും മകളുടെ വീട്ടിലും തെരഞ്ഞെങ്കിലും കണ്ടില്ല എന്നാണ് വിശദീകരണം. കോവിഡ് എന്ന പേരിൽ 1 മാസത്തോളം അറസ്റ്റ് വൈകിപ്പിച്ചതാണ് പ്രതിക്ക് രക്ഷയായത്. കോർപ്പറേഷൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ DCC അംഗവുമായ AB സാബു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ൽ ചേർന്നു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ K. ബാബു സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ AB സാബു പരസ്യ പ്രതിഷേധം ഉയർത്തിയിരുന്നു. BJP-യുമായി വോട്ട് കച്ചവടം നടത്തിയാണ് തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി വിജയിച്ചത് എന്ന് AB സാബു കുറ്റപ്പെടുത്തി. രാമനാട്ടുകര സ്വർണ്ണ കവർച്ച കേസ് അന്വേഷണത്തിന്റെ വഴിയിൽ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായ കൊട്ടേഷൻ തലവന്മാർ സൈബർ ഇടങ്ങളിൽ പാർട്ടി പ്രചാരകരായി എത്തുന്നത് തലവേദനയായതോടെ ശുദ്ധീകരണത്തിന് CPM. അപരമുഖം സ്വീകരിച്ച അജ്ഞാത സംഘങ്ങളാണ് കള്ളക്കടത്തിന് പിന്നിലെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം പ്രതികരിച്ചു. ഇവരുടെ വേര് കണ്ടെത്താൻ DYFIക്ക് പോലും കഴിഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ DYFIക്ക് പ്രത്യേക സംവിധാനമുണ്ട്. അത് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് എന്നും റഹീം പറഞ്ഞു. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ MC ജോസഫൈനെതിരെ വിമർശനവുമായി സിസ്റ്റർ ലൂസി കളപ്പുര. തന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും ജോസഫൈൻ തയ്യാറായിട്ടില്ലെന്ന് ലൂസി കളപ്പുര പറഞ്ഞു. തന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ സ്ത്രീകളുടെ പരാതി കേൾക്കാനല്ല അവർ സമയം കണ്ടെത്തിയത് എന്നും ലൂസി ആരോപിച്ചു. വയനാട് യുവമോർച്ചയിൽ കൂട്ടരാജി. ബത്തേരി കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റികൾ രാജിവെച്ചു. 7 പഞ്ചായത്ത് കമ്മിറ്റികളും രാജിവെച്ചു. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ ദീപുവിനെയും ബത്തേരി മണ്ഡലം പ്രസിഡന്റ് ലളിത് കുമാറിനെയും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. ഇതേപ്പറ്റി വിശദമായി പിന്നെ പ്രതികരിക്കാമെന്നായിരുന്നു V. മുരളീധരൻ പറഞ്ഞത്. രാജ്യത്തെ തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ജനരോഷം ഉയർന്നിട്ടുണ്ട്. വ്യാപക വിമർശനം ഉയർന്നിട്ടും നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നും ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. Are you looking at me? 'Cause I'm looking at you. It's easy to see what's happening. യുഎയിൽ ഇന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ
Redex Media Event Management Abu Dhabi. Weather updates brought to you by Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management, Abu Dhabi, 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് UAE മുൻഗണന നൽകുമെന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദീവ ബില്ലിന്റെ മറവിൽ ഓൺലൈൻ തട്ടിപ്പ്, ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. ദുബായ് ഊദുമേത്തയിൽ അത്യാധുനിക ബസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കുവൈറ്റ് എംബസിയിൽ കോൺസുലർ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. UAE-ൽ ഇന്ന് 2282 പേർക്ക് കോവിഡ്, 10 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.